ഡിയർ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് യൂറിൻ ഇൻഫെക്ഷന് കാരണമായ 9 പ്രധാനപ്പെട്ട ഘടകങ്ങളെ പറ്റിയാണ്. അപ്പോൾ അവ ഓരോന്നും എങ്ങനെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് നോട്ട് ഇനഫ് ഫ്ലൂയിഡ് ഇൻടേക്ക് ആൻഡ് യൂറിൻ പാസേജ്. അതായത് കൃത്യമായ അളവിൽ വെള്ളം കുടിക്കാത്തവരിൽ, അതേപോലെ തന്നെ യഥാസമയത്ത് യൂറിൻ പാസ് ചെയ്യാത്തവരിലൊക്കെ യൂറിൻ ഇൻഫെക്ഷൻ കൂടുതലായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. രണ്ടാമത്തേത് സപ്രസ്ഡ് ഇമ്മ്യൂൺ സിസ്റ്റം ആൻഡ് ഡയബറ്റിസ്. അതായത് രോഗപ്രതിരോധ ശേഷി കുറവുള്ളവരിൽ, അതേപോലെ തന്നെ പ്രമേഹ രോഗികളിലൊക്കെ ബാക്ടീരിയൽ ഗ്രോത്ത് കൂടുതലായിട്ട് കാണപ്പെടാനും യൂറിൻ ഇൻഫെക്ഷൻ കൂടുതലായിട്ട് കാണപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. മൂന്നാമത്തേത് ബാഡ് ഹൈജീനാണ്. അതായത് യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഏരിയ വൃത്തിയായിട്ട് സൂക്ഷിക്കാത്തവരിലൊക്കെ യൂറിൻ ഇൻഫെക്ഷൻ കൂടുതലായിട്ട് വരുന്നു. നാലാമത്തേത് സെക്ഷൽ ഇൻ്റർകോഴ്സ് ആണ്. അതായത് സെക്സ് ചെയ്തതിന് ശേഷം ആ ഏരിയ വൃത്തിയായി സൂക്ഷിക്കാത്തവരിലൊക്കെ യൂറിൻ ഇൻഫെക്ഷൻ കൂടുതലായിട്ട് വരുന്നു. അഞ്ചാമത്തേത് പ്രഗ്നൻസിയാണ്. അതായത് പ്രഗ്നൻറ്റ് ഫീമെയിൽസിൽ കൂടുതലായിട്ട് യൂറിൻ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അതായത് അവരുടെ യൂറിനറി ഏരിയാസിലൊക്കെ ഉണ്ടാകുന്ന ചേഞ്ചസുകൾ, അതേപോലെ തന്നെ ഹോർമോൺ വ്യതിയാനമൊക്കെ യൂറിൻ ഇൻഫെക്ഷൻ കൂടുതലായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. ആറാമത്തേത് കത്തീറ്റർ യൂസാണ്. അതായത് നോർമലായിട്ട് യൂറിൻ പാസ് ചെയ്യാൻ പറ്റാത്തവരിൽ കത്തീറ്റർ, അതേപോലെ തന്നെ യൂറിൻ ബാഗൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ബാക്ടീരിയാസ് യൂറിനറി ട്രാക്റ്റിൻ്റെ അകത്ത് കയറുകയും അത് യൂറിൻ ഇൻഫെക്ഷന് കാരണമാവുകയും ചെയ്യുന്നു. ഏഴാമത്തേത് ബർത്ത് കൺട്രോളാണ്. അതായത് ബർത്ത് കൺട്രോൾസ്, അതായത് കോണ്ടംസ്, അതേപോലെ തന്നെ സ്പെർമിസൈഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നതിൽ അത് സ്കിന്നിൽ ഇറിറ്റേഷൻസ് ഉണ്ടാക്കുകയും അവിടെ ബാക്ടീരിയൽ ഗ്രോത്തിന് കാരണമാവുകയും ചെയ്യുന്നു. എട്ടാമത്തേത് പോസ്റ്റ് മെനോപോസൽ വുമൻസ്. അതായത് മെൻസ്ട്രേഷൻ അവസാനിച്ച സ്ത്രീകളിൽ ഈസ്ട്രജൻ ഹോർമോണിൻ്റെ അളവ് കുറയുകയും അത് ഈ ബാക്ടീരിയൽ ഗ്രോത്ത് കൂടാൻ കാരണമാവുകയും ചെയ്യുന്നു. അങ്ങനെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് അവരിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നു. ഒമ്പതാമത്തേത് വുമൻസിൻ്റെ യൂറിനറി സിസ്റ്റം സ്ട്രക്ചറാണ്. അതായത് സ്ത്രീകളിൽ യുറീത്ര അല്ലെങ്കിൽ മൂത്രനാളി ഷോർട്ടായിട്ട് കാണപ്പെടുന്നതിനാൽ ഈ ബാക്ടീരിയാസ് വേഗത്തിൽ ബ്ലാഡറിൽ കടക്കുകയും ഇൻഫെക്ഷന് കാരണമാവുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ സ്ത്രീകളിലെ ഏനസും യുറീത്രയും തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറവായതിനാൽ ഏനസിൽ നിന്നുള്ള ബാക്ടീരിയാസും യൂറിൻ ഇൻഫെക്ഷന് കാരണമാകാറുണ്ട്. ഇതൊക്കെയാണ് യൂറിൻ ഇൻഫെക്ഷന് കാരണമായ 9 പ്രധാനപ്പെട്ട റീസൺസ്. ഓക്കെ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോയ്ക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.